സ്നേഹയാന്നാ തോന്നുന്നത്. സ്നേഹ ഇതിലും നേരത്തെ വരുന്ന ഞാൻ വിചാരിച്ച. കാർ ഓടിച്ചിങ്ങി എത്തണ്ടേ? ഏതുകൊട്ട നമ്മള് ഫസ്റ്റ് ടൈമാ കാണുന്നല്ലേ? സത്യത്തിൽ ഏതുകൊട്ടിനൊക്കെ സ്കൂളിൽ ലീവുള്ള ഒരു ദിവസം വേണമായിരുന്നു ഞാൻ വരാൻ. കുഴപ്പമില്ല മോനെ, ക്ലാസ്സിൽ പോയിട്ടോ, എന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. സ്നേഹന്റെ ഇവിടെ തന്നെ കാണില്ലേ? പിന്നെ ഇനി ഏതുകൊട്ടന്റെ അമ്മേ എന്നെ സഹിക്കാൻ പോവാ. എങ്കിൽ ഞാൻ പോയിട്ട് വരാം ആന്റി. മാം, ഏതുകൊട്ടൻ നല്ല ക്യൂട്ടല്ലേ? എന്ത് രസാ അവന്റെ ചിരി കാണാൻ. എന്റെ ഏറ്റവും വലിയ ആശ്വാസമാണ് അവന്റെ ചിരി. സ്നേഹ ഇരിക്കെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. അയ്യോ വേണ്ട, ഞാൻ കഴിച്ചതാ. അത് സാരമില്ല, എന്തെങ്കിലും ഒന്നാവാം. മാം നിർബന്ധിച്ചോണ്ട് മാത്രം ഞാൻ കഴിക്കുന്നതാണേ. ഞാനിത് എന്ത് പണിയാ കാണിച്ചേ? ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ വെറുതെ കുറെ ബ്രെഡും കഴിച്ചു വരുമായിരുന്നോ? ഇങ്ങോട്ടല്ലേ വരുന്നത്, പിന്നെന്തിനാ അങ്ങനെ ഒരു സാഹസത്തിന് നിന്നത്? ആ, പറ്റിപ്പോയി. ജീവിതത്തിലെ ചില കാര്യങ്ങൾ പറ്റിപ്പോകുമ്പോഴാണല്ലോ ചിലത് പഠിക്കുക. അതെ, സ്നേഹ വന്നിട്ട് ഉച്ചയ്ക്ക് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കണ്ടേന്ന് അറിയാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ. പറഞ്ഞോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോ, ഞാൻ കഴിച്ചോളാം. എനിക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതി പറയാതിരിക്കണ്ട, എന്ത് വേണമെങ്കിലും പറഞ്ഞു. അതുകൊണ്ടല്ലെന്നേ, എന്തുണ്ടാക്കിയാലും അതിലൊരു കൈപ്പുണ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാലോ. അപ്പോ ഞാനായിട്ട് പ്രത്യേകിച്ച് എന്ത് പറയാനാ? എനിക്ക് ഇതിലും വലിയൊരു സർട്ടിഫിക്കറ്റ് ഒന്നും ഇനി കിട്ടാനില്ല. അല്ല, ഏതുവിന്റെ കൂടെ യാമി മോളെ കണ്ടില്ല? അവൾക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് അവള് നേരത്തെ പോയി. സാരംഗ് സാറ്? സാരംഗ് നേരത്തെ ഇറങ്ങി. സാരംഗിന് ഇന്നൊരു ബിസിനസ് മീറ്റ് ഉണ്ട്, ലേറ്റ് ആയിട്ടേ വരൂ. മാഡത്തിന് ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ? ഇന്ന് എന്തായാലും ഇല്ല, ഞാൻ ലീവാ. ഭാഗ്യം. അച്ഛൻ സ്ഥലത്തില്ലാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കയറിയിട്ട് ഇവിടെ ആളില്ലാത്ത അവസ്ഥ വരുമോന്ന് ഞാൻ പേടിച്ചു. അങ്ങനത്തെ അവസ്ഥയൊന്നും വരില്ല. സ്നേഹയെ ഞാൻ അങ്ങനെയൊന്നും ഒറ്റപ്പെടുത്തില്ല. എന്നെ ഒറ്റപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് വൃന്ദ. സർ വരൂ. വൃന്ദയോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ സാരംഗ് പറഞ്ഞിരുന്നു. എന്നോട് പറഞ്ഞിരുന്നു സർ. എന്തൊക്കെയാ നോക്കേണ്ടതെന്ന് പറഞ്ഞാ? അശോക് മാനേജറായിരിക്കുമ്പോൾ എവിടം വരെയുള്ള കണക്കുകൾ കൃത്യമാണെന്നാണ് വൃന്ദ കരുതുന്നത്? സർ, ഞാൻ മൊത്തത്തിലൊന്ന് നോക്കിയിരുന്നു. കുഴപ്പങ്ങൾ മുഴുവൻ ലാസ്റ്റ് 1 ഇയറിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ പലതും എനിക്ക് വ്യക്തമായി പിടികിട്ടുന്നതുമല്ല. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, സാരംഗ് സാറിനെ കാണിക്കുകയും ചെയ്തു. സാറിന്റെ തിരക്കുകൾ കാരണം അത് നോക്കിയില്ലാന്ന് തോന്നുന്നു. ശരി, ആദ്യം വൃന്ദ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഒരുപക്ഷെ അതിനു മുമ്പുള്ള ഡീറ്റെയിൽസ് എനിക്ക് വേണ്ടി വന്നേക്കാം. സോ വിത്ത് പ്ലഷർ സർ. സാരംഗ് സാറിനെ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് എല്ലാം ഇഷ്ടമാണ്. സത്യം പറഞ്ഞാ ഞങ്ങൾക്ക് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള ശമ്പളം മാത്രമല്ല ഇവിടുന്ന് കിട്ടുന്നത്. സാരംഗ് സാറിന്റെ ഓരോ പ്രോജക്റ്റ് വിജയിക്കുമ്പോഴും അതിന്റെ ഇൻക്രിമെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. സോ വി വേ ഹാപ്പി ടു വർക്ക് വിത്ത് ഹിം. അശോക് സാറിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ചതി ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതുമല്ല. സത്യം പറഞ്ഞ ആ സംഭവത്തോടെ സാരംഗ് സാറിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുറ്റബോധമുണ്ട്. ലീവ് ഇറ്റ് വൃന്ദ. പലരും പലപ്പോഴും പലരുടെയും പ്രതീക്ഷകൾ തെറ്റിക്കും. തെറ്റിപ്പോയ പ്രതീക്ഷയിൽ വീണുപോയാൽ നമ്മളും അതോടെ തീർന്നു. പക്ഷേ ചെറിയ നഷ്ടങ്ങൾ വെച്ച് കെട്ടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ there is no problem. സാരംഗ് ഇപ്പൊ അതിനാ ശ്രമിക്കുന്നത്. സാർ ഇപ്പൊ ജോയിൻ ചെയ്യുന്ന കാര്യം? അതിനൊരു ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല.
മേ ബി എന്റെ എഫിഷ്യൻസി ഒന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയായിരിക്കും ഇങ്ങനൊരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്. നോ സർ, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? പ്രൊഫഷണലി അല്ല, അല്ലാതെ ഞങ്ങൾ നല്ല ചങ്ങാതിമാരാ. സാരംഗിന്റെ പ്രൊഫഷനെ മാനിക്കുന്നു, ഞാനും അതെ. സോ തൽക്കാലം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യുന്നു. നമുക്കൊന്ന് നോക്കിയാലോ വൃന്ദ? ഓക്കെ സർ, കം വിത്ത് മീ. മാം എവിടെ സുമേച്ചി? വിളിക്കാം. ആ സ്നേഹം വന്നുകൊണ്ടാണോ മാം ലീവ് എടുത്തത്? അല്ലാതെ പിന്നെ സാധാരണ ഗസ്റ്റ് അല്ലല്ലോ, വേണ്ടത്ര പരിഗണന കൊടുത്തല്ലേ പറ്റൂ. വന്നു കയറിയിട്ട് ഇളെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? ഞാൻ എന്തേലും പറഞ്ഞോ മാം? ഹേ ഇല്ല, സ്നേഹ ഇവിടെ പാവം കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുകയായിരുന്നു. ഇപ്പൊ കേട്ടല്ലോ. അതെ, ഞാൻ ഹോസ്പിറ്റലിലേക്കാണ്. മാം എന്തൊരു ഫയലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതെടുത്തോണ്ട് പോവാന്ന് കരുതി. ആ അരുൺ വന്നത് നന്നായി. നമ്മുടെ കാർഡിയക് സർജൻ ഇല്ലേ രാമചന്ദ്രൻ സർ, അദ്ദേഹത്തെ ഏൽപ്പിക്കേണ്ട ഫയലാ. എന്തോ അത്യാവശ്യമാന്ന് പറഞ്ഞു. ശരി മാം. ആ അരുണിന് കോഫി എടുക്കട്ടെ? ഓ വേണ്ട വേണ്ട, മാമിന് ആവശ്യമുള്ള ജോലിയൊക്കെ ഇവിടെ തരുന്നുണ്ടാവുമല്ലോ. ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല അല്ലേ മാം? എന്താ ഇവിടുത്തെ കണ്ടീഷൻ? ഇവിടുത്തെ കണ്ടീഷൻ എന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. സാരംഗ് സാറ് ഒരു ബിസിനസ് ട്രിപ്പ് ആയിട്ട് പോയിരിക്ക. ചിലപ്പോൾ ലേറ്റ് ആവും, അല്ലെങ്കിൽ നാളെ വരും. കുട്ടികൾ സ്കൂളിൽ പോയി. ഇവിടെ ഞാനും മാമും മാത്രം. അത് നന്നായി. എന്തേ? ഏയ് ഒന്നുമില്ല, എല്ലാരും കൂടി ഉണ്ടായിരുന്നെങ്കിലേ തന്റെ പെരുമാറ്റം ആരെങ്കിലും പിടിക്കാണ്ട് വന്നാ അതെനിക്കൊരു പേടിയാണേ. അതെ, നിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു കരുതി എന്നെ വെറുതെ കുഴപ്പക്കാരിയാക്കൊന്നും വേണ്ട. എവിടെ ചെന്നാലും അവിടുത്തെ രീതികൾ അനുസരിച്ച് പെരുമാറാൻ എനിക്കറിയാം. അതുണ്ടായാ മതി. അരുൺ ഒന്നിങ്ങോട്ട് വന്നേ. മാം വിളിക്കുന്നു, ഇപ്പൊ വരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫയൽ. കൂട്ടത്തില് വേറൊന്നും കൂടി ചെയ്യണം. എന്താ മാം? ഇത് നമ്മുടെ അക്കൗണ്ടന്റ് ഷാരിയെ ഏൽപ്പിക്കാനുള്ളതാ. തനിക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ? എന്ത് ബുദ്ധിമുട്ട്, ഞാൻ അങ്ങോട്ടല്ലേ പോകുന്നത്. അല്ല, ഒരു ജൂനിയർ ഡോക്ടറെ കൊണ്ട് ഫയല് ചുമപ്പിച്ചു എന്നുള്ള ദുഷ്പേരൊന്നും എനിക്ക് വരരുത്. ഞാനോ? മാമിനെ കുറിച്ച് പറയാതെ പറയാനോ? ആ ശരി, ഇത് കൊടുത്താ പോരെ? അത്യാവശ്യമായിട്ടൊരു കാര്യം കൊടുത്ത് ഏൽപ്പിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പറ്റേടോ? അയ്യോ അരുൺ, അരുൺ ഹലോ മൈഥിലി. എടോ, തനിക്കെന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിന്ന് ലീവാ. ഓ അത് കൊള്ളാലോ. താനിങ്ങോട്ട് വരുന്നുണ്ടോ? വേറൊന്നിനുമല്ല, ഇവിടെ സാരംഗം കുട്ടികളൊന്നുമില്ല. വന്നിരുന്നെങ്കിൽ ആ കുട്ടിക്കൊരു കൂട്ടാവുമായിരുന്നു. ഞാൻ രഞ്ജിത്തിന്റെ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് ചോദിക്കട്ടെ? ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ രഞ്ജിത്തിനോടൊന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് വരാൻ നോക്കാം. എന്നാ ശരിടോ. ഓക്കെ. രഞ്ജിത്ത്. എന്താടോ? മൈഥിലി വിളിച്ചിരുന്നു. എന്നോട് അങ്ങോട്ടൊന്ന് ചെല്ലാവോന്ന് ചോദിച്ചു. എന്താ വിശേഷിച്ച്? അവിടെ സ്നേഹ വന്നിട്ടുണ്ട്. ഡോക്ടർ അരുൺ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടി. രഞ്ജിത്തിന് ഇന്ന് എന്താ പ്രോഗ്രാം? പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് പുറത്തു പോണം, ഒന്ന് രണ്ടുപേരെ കാണാനുണ്ട്. എന്നാ ഞാനൊന്ന് അങ്ങോട്ട് പൊയ്ക്കോട്ടെ? അതിനെന്താ?
അത് മൈഥിലി വിളിച്ച കാര്യമല്ലേ? ചെല്ല്. എങ്കിൽ ശരി, ഞാനൊന്ന് റെഡി ആവട്ടെ. ആ തന്നെ, ഞാൻ അവിടെ നിന്ന് കൂട്ടിക്കോളാം. ആയിക്കോട്ടെ. സുമേച്ചയുടെ ഇഷ്ടം പോലെ ചെയ്തോന്ന് പറഞ്ഞത് അബദ്ധമായല്ലോ. ഇനി ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ഓരോന്നും ഇതുപോലെ വന്നോണ്ടിരിക്കോ? അക്കാര്യത്തിൽ സംശയിക്കണ്ട. ഒരാളെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ സുമേനെ ഏൽപ്പിച്ച അവളത് ഗംഭീരാക്കും. ആരോ വന്നു എന്ന് തോന്നുന്നു. ഒന്ന് നോക്കിട്ട് വരാം. തനിക്ക് വേറെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിരുന്നോ? ഏയ്, എന്നാ വാ. ഇതാണ് സ്നേഹ. അനാമികനെ മനസ്സിലായല്ലോ അല്ലേ? പിന്നെ അനാമിക ചേച്ചി നന്നായിട്ട് അറിയാം. അതെങ്ങനെ? നമ്മള് ആദ്യമായിട്ടല്ലേ കാണുന്നേ? പക്ഷെ ആള് ഫേമസ് ആണല്ലോ. ആ പറഞ്ഞ ഫേമസിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നാലും നിങ്ങളുടെ ഈ സൗഹൃദം സമ്മതിച്ചു തരേണ്ട കാര്യം കേട്ടോ. എങ്ങനെ ഇത് പറ്റുന്നേ? എന്ത്? അല്ല, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യ. ഒരു പുരുഷനെ ആദ്യം സ്നേഹിച്ചിരുന്ന സ്ത്രീയും ഇപ്പൊ സ്വന്താക്കിയിരിക്കുന്ന സ്ത്രീയും തമ്മില് ഇങ്ങനെ കമ്പനി ആവാന്നൊക്കെ പറഞ്ഞ. മൈഥിലി, ഇപ്പം മനസ്സിലായില്ലേ മുൻപേ പറഞ്ഞ ഫേമസിന്റെ അർത്ഥം? അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. ഇങ്ങനൊരു സൗഹൃദം ഉണ്ടാവണമെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പ്രത്യേക ടാലന്റ് ഉണ്ടാവണമല്ലോ. അതെന്തായാലും അനാമിക ചേച്ചിക്കല്ല, മൈഥിലി മാമിന് തന്നെയാ. ആ കണ്ടുപിടുത്തം കൊള്ളാലോ. അതെന്താ മൈഥിലി തന്നെ സ്പോട്ട് ചെയ്തേ? എനിക്കങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. സ്നേഹ, തനിക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അനാമികയോട് വരാൻ പറഞ്ഞത്. തൽക്കാലം നമുക്ക് ഈ മാറ്റർ അങ്ങോട്ട് മാറ്റിവെച്ചാലോ? നമുക്ക് വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം. ആയിക്കോട്ടെ. സ്നേഹ ഇരിക്ക്. ഇരിക്ക്. എന്നാ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഞാൻ ഡോക്ടർ അരുണിനെ കണ്ടിട്ടുമുണ്ട്, പരിചയപ്പെട്ടിട്ടുമുണ്ട്. പുള്ളിക്കാരൻ ഒരു പാവമായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളേ. നിങ്ങളിലാരാ ആദ്യം പ്രപ്പോസ് ചെയ്തേ? എന്തായാലും അരുണല്ല, സ്നേഹ തന്നെ ആയിരിക്കും. അതെങ്ങനെയാ ഇതെത്ര കൃത്യമായിട്ട് പറയുന്നത്? തൊട്ടു മുൻപ് സ്നേഹ വലിയൊരു പ്രവചനം നടത്തിയില്ലേ? അപ്പോ എനിക്ക് നടത്തിക്കൂടെ? ഓ, കട്ടയ്ക്ക് പിടിച്ചതല്ലേ? ജ്യൂസ് കുടിക്കുന്നോ? ഞാൻ കുടിച്ചിട്ടില്ല. വേണ്ട, കയ്യിലിരുന്നോട്ടെ. അല്ലടോ മൈഥിലി, ഇവരുടെ വിവാഹത്തിന്റെ കാര്യമൊക്കെ സെറ്റായതല്ലേ? പിന്നെന്താ നടത്താൻ എത്ര താമസം? ഇങ്ങോട്ട് തന്നെ ചോദിച്ചു നോക്ക്. ഞാൻ കുറച്ചുകൂടി സമയം ചോദിച്ചു. വൈ? ഒന്നുമില്ല, കുറച്ചുകൂടിയൊക്കെ മനസ്സിലാക്കാനുണ്ടെന്ന് തോന്നി. ഇനിയും മനസ്സിലാക്കാനോ? പുരുഷനും സ്ത്രീയും തമ്മിൽ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാ ജീവിതത്തിന് എന്ത് രസം ഉണ്ടാവാനാ? ഞാൻ നിങ്ങളുടെ ജനറേഷൻ അല്ലല്ലോ, കുറച്ചുകൂടി മുൻകരുതലൊക്കെ നോക്കില്ലേ? ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തായാലും. മൈഥിലി, എന്തായാലും അരുൺ പെട്ടുപോയെന്നാ എനിക്ക് തോന്നുന്നത്. അരുൺ പെട്ടുപോയിട്ടുണ്ട് എവിടേക്കോ. സ്നേഹ എന്താ ഉദ്ദേശിച്ചത്? അനാമിക ചേച്ചി എന്തൊക്കെയോ പറഞ്ഞപ്പോ ഞാനും കൂട്ടത്തിലങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. മൈഥിലി, എന്തായാലും ഇയാള് കൊള്ളാം കേട്ടോ. ആ, അത് ശരി. പിന്നെ ഫാദർ, ഒരു സെക്കൻഡ്, ഞാനിപ്പോ വിളിക്കാം. അല്ല, താനേതോ ദൂരയാത്രയിലാണെന്ന് കേട്ടു. പുറപ്പെട്ടത് സത്യമാ, പക്ഷെ പോകേണ്ടി വന്നില്ല. അത് ശരി. ഞാൻ സത്യത്തിൽ തന്നെ ഇവിടെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സ്നേഹ മൈഥിലിയുടെ അടുത്താ. ഓ, ഇനിയിപ്പോ സ്നേഹയൊന്ന് വിളിക്കണം. അല്ല, താൻ ആ ഡേറ്റ് എടുക്കുന്ന കാര്യം എന്താക്കി? തിരുമേനിയുടെ അടുത്ത് പോയില്ലേ? ഇല്ല ഫാദർ, തിരുമേനി 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവും.
ഓ, പിന്നെ സമാധാനത്തിൽ ചെന്നാ മതിയല്ലോ. ഞാൻ കരുതിയത് താൻ തീയതിയൊക്കെ എടുത്തു വെച്ച് ഞങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് തരാൻ കാത്തിരിക്കുന്നു. നമുക്കിടയിൽ എന്ത് സർപ്രൈസ് വാദം? എല്ലാം നമ്മുടെ കുടുംബകാര്യമല്ലേ. അല്ല, തിരുമേനി എന്ന് വരുന്നാ പറഞ്ഞിരിക്കുന്നത്? വ്യാഴാഴ്ചയോ മറ്റോ. വ്യാഴാഴ്ച തിരുമേനി വന്നാ പിന്നെ താമസിക്കരുത്. ആ ചടങ്ങ് എത്രയും പെട്ടെന്ന് അങ്ങ് നടത്തണം. ഈ രണ്ടെണ്ണത്തിന് ഒരുമിപ്പിക്കാതെ സത്യം പറഞ്ഞ രംഗനാഥ, എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. ആ കാര്യത്തിൽ എനിക്കൊരു സമാധാനക്കുറവുണ്ട്. പിന്നെ ഏത് കാര്യത്തിനും ഒരു യോഗം ഉണ്ടല്ലോ, അല്ലേ ഫാദർ? വിധി അലംഘനീയമാണ്, അതനുസരിച്ചേ കാര്യങ്ങൾ നടക്കൂ എന്ന് കരുതി മനുഷ്യൻ പ്രയത്നിക്കേണ്ടടുത്ത് പ്രയത്നിക്കണം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. എങ്കിൽ പിന്നെ രംഗനാഥന്റെ പ്രയത്നം നടക്കട്ടെ. ദൈവത്തിന്റെ തീരുമാനം അതനുസരിച്ച് അങ്ങ് വന്നോളും. ശരി ഫാദർ. എങ്കിൽ പിന്നെ താൻ പോയി മോളെ കൂട്ടിക്കൊണ്ടുവാ. ഞാനും അരുണും വൈകുന്നേരം പറ്റുവാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് ഇറങ്ങിയേക്കാം. നമ്മുടെ മാളിയേക്കൽ ലാസറിന്റെ കൊച്ചുമോള് സുഖമില്ലാതെ കിടക്കുക. അവിടെ ഒന്ന് കയറണം, ആ കുഞ്ഞിനൊന്ന് കാണണം. എങ്കിൽ പിന്നെ ശരിയടോ, ഞാൻ അങ്ങോട്ട് നടക്കട്ടെ. ശരി ഫാദർ. അച്ഛന് ഒരു മിനിറ്റ് മാഡം. എന്ത് തോന്നി സ്നേഹയെക്കുറിച്ച്? കുറച്ച് കഴിയട്ടടോ, ഇപ്പൊ പരിചയപ്പെട്ടല്ലേ ഉള്ളൂ. ഹലോ അച്ഛാ. ആ മോളെ, എനിക്കങ്ങോട്ട് പോകേണ്ടി വന്നില്ല, ഞാൻ തിരിച്ചെത്തി. ആ, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. പെട്ടെന്ന് വരാനോ? എന്തു പറ്റി? അച്ഛാ, ഇന്ന് മുഴുവൻ മാഡത്തിന്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കാം. മാമിന്റെ കൂട്ടുകാരിയില്ലേ അനാമിക ചേച്ചി, അവരും വന്നിട്ടുണ്ട്. അതിനെന്താ, അവരോട് കാര്യം പറഞ്ഞാ പോരെ? അത് ശരിയാവില്ല. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഇന്ന് തന്നെ തീർത്തേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ രാവിലെ തന്നെ അങ്ങോട്ട് എത്തിക്കോളാം. എന്തിനാ മോളെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? മോളിക്ക് പോരെ? അതല്ല അച്ഛാ, അവരിതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ. പെട്ടെന്ന് ഞാൻ പോകുന്നെന്ന് പറഞ്ഞാ മാം മൂഡ് ഓഫ് ആവും. അച്ഛനെ ഇന്നത്തെ ദിവസം അഡ്ജസ്റ്റ് ചെയ്യും. എങ്കിൽ ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് പോരുമല്ലോ. അതോ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യോ? നാളെ നേരം വെളുത്ത് അച്ഛൻ കണ്ണു തുറക്കുമ്പോ ഞാൻ മുന്നിലുണ്ടാവും, പോരെ? ഇന്നത്തെ ഒരു ദിവസത്തേക്ക് എക്സ്ട്രീംലി സോറി. നീ സോറി ഒന്നും പറയണ്ട, നീ ഹാപ്പി ആണല്ലോ അല്ലേ? ഞാൻ ഹാപ്പിയാ. ഓക്കെ അച്ഛാ. അച്ഛന് ടെൻഷനാ. എന്നെ എവിടെയെങ്കിലും നിർത്തിയാ ഞാൻ എവിടെയെങ്കിലും കൊളാക്കുന്ന അച്ഛന്റെ പേടി. നല്ല അഭിപ്രായമാണല്ലോ. അത് ഈ സ്നേഹമുള്ളടത്ത് കുറച്ച് കുരുത്തക്കേടുണ്ടാവില്ലേ? എനിക്കത് കുറച്ച് കൂടുതലാ. അതങ്ങനെ തോന്നാൻ കാര്യം. മാമിന് തോന്നിയിട്ടില്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അഥവാ തോന്നിയാലും എനിക്കതൊരു ശല്യമല്ല. പിന്നെന്താ? പക്ഷേ ഈ പറഞ്ഞ കുരുത്തക്കേടുകൾ അരുണുമായിട്ട് ജീവിക്കുമ്പോ മുഴുവനായിട്ടങ്ങ് പ്രാക്ടിക്കൽ ആവുമെന്ന് എനിക്കറിഞ്ഞൂടാ. അരുണിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അരുണിനെ നിയന്ത്രിക്കാൻ മറ്റാരുമില്ലെങ്കിൽ അരുൺ കോള. അരുണിനെ ആരെ നിയന്ത്രിക്കുന്നത്? ഫാദറോ? അങ്ങനെ പറയാൻ പറ്റില്ല. അരുണൊരു ഓർഫൻ അല്ലേ. അല്പം സ്നേഹം കൂടുതൽ കാണിക്കുന്ന ആർക്കും അരുണിനെ നിയന്ത്രിക്കാൻ പറ്റും. എടുത്തു പറയുന്നത് കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അരുൺ ഓർഫനാണെന്നുള്ളതിന് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അരുണിനെ സ്നേഹിക്കാൻ അധികം ആളുകളില്ല എന്നുള്ളത് എന്റെ ഒരു സെൽഫിഷ്നെസ് ആയിട്ടാ ഞാൻ കാണുന്നത്. അരുൺ എപ്പോഴും എന്റേത് മാത്രമായിട്ടിരിക്കുമല്ലോ. അതെ, അങ്ങനെ അരുണിനെ പൂർണ്ണമായിട്ടൊന്നും പിടിച്ചെടുക്കണ്ട. അവൻ ഞങ്ങൾക്കൊക്കെ സ്വന്താ. അരുൺ പാവ, എന്നെ ഒരുപാട് ഇഷ്ട. വേറെ തടസ്സങ്ങളൊന്നും അതിലുണ്ടാവാതിരിക്കട്ടെ. വേറെ എന്തുണ്ടാവാൻ? ജീവിതത്തില് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാത്രമല്ലല്ലോ ഉണ്ടാവുക. അതില് പലതും ഉണ്ടാവില്ലേ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങള്. സ്നേഹ സൈക്കോളജി അല്ലേ? അതെ. അതുകൊണ്ടാ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. ഞാൻ പഠിച്ചതൊന്നും എനിക്കെന്റെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റാറില്ല. ചില മനസ്സുകൾ വായിക്കുന്നതില് ഞാൻ ഒരുപാട് പുറകിലുവാ.